എപ്പിസോഡ് ഓപ്പൺ സീനിൽ ഫ്രീസി ആണെങ്കിൽ ഫുൾ കലിപ്പിൽ അവനവന്റെ കംപ്ലീറ്റ് പവർ പുറത്തേക്ക് റിലീസ് ചെയ്യും. അതേസമയം ഇവിടെ പിക്കലോ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ലൊക്കേഷൻ അത് മനസ്സിലാക്കി അവിടേക്ക് കടന്നു വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു നമക്കേനെ കാണുക. ആ അസിസ്റ്റന്റ് നമക്കേൻ ആളാണെങ്കിൽ ഒരുപാട് പിക്കുകളൊക്കെ പറ്റി അവിടെ അങ്ങനെ വീണ് കിടക്കുകയാണ്. അവൻ ആ ഒരു നമക്കേന്റെ അടുത്തേക്ക് വരും. ഇവനെ കാണാൻ എന്നെപ്പോലെ തന്നെ ഉണ്ട്. ഓന്നോ ഇവൻ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. കൂടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ പിക്കലോട് ചോദിക്കും, നിന്റെ പേര് പിക്കലോ എന്നല്ലേ? ഭൂമിയിലുള്ള ആൾക്കാർ നിന്നെ ഇവിടേക്ക് കൊണ്ടുവരാനല്ലേ ശ്രമിച്ചത്? ആയാലും കുഴപ്പമില്ല, അവരുടെ ആഗ്രഹമെങ്കിലും സാധിച്ചല്ലോ. നിനക്ക് കാമയായിട്ട് ജോയിൻ ചെയ്ത് ഫൈറ്റ് ചെയ്തോടെ. നിന്റെ ഈ പവർ കൊണ്ട് നിനക്ക് ഫ്രീസയെ തോൽപ്പിക്കാനാവില്ല. പിക്കലോ ആണെങ്കിൽ ഉറപ്പിച്ചു പറയും, എനിക്ക് ഭയങ്കര പവറാണ്. ഇപ്പോ ടയറെടുത്ത് നിന്ന് ഞാൻ നന്നായിട്ട് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് അവനെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അത് കേട്ട് അസിസ്റ്റന്റ് പറയും, ഒരിക്കലുമില്ല, അവന്റെ പവർ വളരെ കൂടുതലാണ്. സോ കാമിയായിട്ട് നീ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിനക്ക് അവനെ തോൽപ്പിക്കാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ാണെങ്കിൽ ആ ഒരു ഐഡിയ ഒട്ടും ഇഷ്ടാവില്ല. എനിക്ക് അവനുമായിട്ട് റീജോയിൻ ചെയ്യാൻ യാതൊരു താല്പര്യമില്ല. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ടായിട്ട് പിരിഞ്ഞത്. ഒരു വയസ്സനാണ്, അവനുമായിട്ട് റീജോയിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിന് അസിസ്റ്റന്റ് പറയും, അങ്ങനെയാണെങ്കിൽ ഞാനുമായിട്ട് നീ റീജോയിൻ ചെയ്യും. എനിക്കും അത്യാവശ്യം പവറുണ്ട്. നമ്മുടെ പരമ്പര ഉറപ്പായാലും മുൻപോട്ടേക്ക് പോകും. പിക്കലോ ആണെങ്കിൽ കാര്യമായിട്ട് അല്പനേരം ചിന്തിക്കും. അവൻ പറഞ്ഞത് വലിയ മോശമില്ലാത്തൊരു ഐഡിയ ആണ്. സോ നമുക്ക് പരസ്പരം കമ്പൈൻ ആവാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. കട്ട് ചെയ്താ ഇവിടെ ഫ്രീസ ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് അവന്റെ പവർ അത് പ്രയോഗിച്ചു കൊണ്ടേയിരിക്കും. അവന്റെ പവർ അങ്ങനെ പുറത്തേക്ക് വരെ ആ ഒരു നമക്കേൻ ഗ്രഹം അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് തകർന്നു കൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ പിക്കലോ ആണെങ്കിൽ അസിസ്റ്റന്റിനോട് ചോദിക്കും, ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കും? നീ എന്നെ ചതിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അതിനവൻ പറയും, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നെ ചതിക്കാനായിട്ട് കഴിയില്ല. മാത്രമല്ല നമക്കേൻസ് അവരൊരു ചതിയന്മാരല്ല, അത് നിനക്കും അറിയാം. ഹലോ, നിന്റെ മുൻപിൽ വേറെ വഴിയില്ല, നീ ഇത് ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമേ നിനക്ക് അവനെ തോൽപ്പിക്കാനായിട്ട് പറ്റൂ. വേറെ വഴിയില്ലാതെ പിക്കലോ ആണെങ്കിൽ അവന്റെ ബോഡിയായിട്ട് കമ്പൈൻ ആവും. അടുത്ത നിമിഷം രണ്ട് ഫോഴ്സും ത്തേക്ക് വന്ന് അങ്ങനെ കമ്പൈൻ ആവുകയാണ്. പിക്കലോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. യാഹൂ, ഇത്രയും പവറോ! ഇങ്ങനെയൊരു നമക്കേനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഇത്രയും പവറുള്ള നമക്കേനുമായിട്ട് കമ്പൈൻ ആവാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ എന്റെ ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അൺലിമിറ്റഡ് പവർ കിട്ടിക്കഴിഞ്ഞു. ഈ ബുദ്ധി അത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ലോകത്ത് തന്നെ കീഴ്മേൽ മറിച്ചേനെ. പക്ഷെ കുഴപ്പമില്ല, അധികം സമയം വൈകിട്ടില്ല. എത്രയും വേഗം ആ ഫ്രീസയെ തോൽപ്പിക്കണം. അതിനുശേഷം എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് പോകണമെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ ഫ്രീസയാണെങ്കിൽ ചിന്നസയാൻ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചിന്നസയാനാണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തെറിപ്പിച്ച് ഓരോ അറ്റാക്കുകളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഫ്രീസയ്ക്കാണെങ്കിൽ കൺട്രോൾ പോയി അവൻ ചന്നം ഭിന്നം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ പവറുകൾ വന്ന് ഓരോരോ ഭാഗത്ത് ആഞ്ഞടിച്ച് അവിടെ വലിയ പൊട്ടിത്തെറികളുണ്ടാവും. അത്തപ്പനാണെങ്കിൽ ഗൊഹാനോട് പറയും, എങ്ങനെ പോവാണെങ്കിൽ വെജീറ്റയുടെ കഥ കഴിയും. നമ്മളും അവനെ സഹായിക്കേണ്ടതായിട്ട് വരും. അതല്ല എങ്കിൽ ആ ഫ്രീസ അവനെ തകർത്തതിനു ശേഷം നമുക്ക് നേരെ തിരിയും. ഗൊഹാനും മൊട്ടപ്പനുമാണെങ്കിൽ വെജീറ്റയെ അവനെ സഹായിക്കാനായിട്ട് തയ്യാറാവും. പക്ഷെ അടുത്ത നിമിഷം അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിയാണ്. അത് കണ്ട് മൊട്ടപ്പം പേടിച്ച് നമുക്ക് അവൻ വെജിറ്റയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ 3 പേരും വിചാരിച്ച പോലും അവനെ തോൽപ്പിക്കാൻ പറ്റും തോന്നുന്നില്ല. അവന്റെ പവർ അത് ഒരുപാട് കൂടുതലാണ്. അസിയാണെങ്കിൽ വെജിറ്റയോട് പറയും, നീ എന്റെ പവർ കണ്ടില്ലേ? നിങ്ങളെ കൊണ്ട് ഒരിക്കലും എന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല. മര്യാദയ്ക്ക് തോൽവി സമ്മതിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല എങ്കിൽ നിങ്ങളെ ഇഞ്ചിഞ്ചായി തല്ലി കൊല്ലും. അതിന് വെജീറ്റ ആണെങ്കിൽ അവനോട് പറയും, നീ ആ ചെറിയ പയ്യനെ കണ്ടോ? അവൻ കാക്രോഡിന്റെ മകനാണ്. അവൻ ഒരുപാട് പവറുണ്ട്. അവനത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ആള് മോശക്കാരനല്ല. ഞങ്ങളുടെ 3 പേരുടെയും പവർ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ട് ഈസി ആയിട്ട് നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. ഇന്ന് ചെയ്യാൻ വെജിറ്റയും ആ ഫ്രീസയും അവർ 2 പേരും പരസ്പരം കൈകോർത്ത് അങ്ങനെ ഏറ്റുമുട്ടുകയാണ്. ഇവിടെ വെജിറ്റ ആണെങ്കിൽ അവന്റെ ഫുൾ പവർ പുറത്തേക്ക് റിലീസ് ചെയ്യും. ആണെങ്കിൽ ആദ്യം അല്പം ക്യാഷ്വലായിട്ട് ആ ഫൈറ്റ് കാണുമെങ്കിലും പിന്നീട് വെജിറ്റയുടെ പവർ അത് കാണുമ്പോൾ അവനും സീരിയസ് ആയിട്ട് ആ ഒരു പവറിലേക്ക് ഇൻവോൾവ് ആവുകയാണ്. അടുത്ത നിമിഷം അവരുടെ പവറുകൾ അങ്ങനെ കൂടി വരുന്തോറും അവർക്ക് ചുറ്റും വലിയൊരു ദ്വാരം അതങ്ങനെ ക്രിയേറ്റ് ആയി അവർ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവനും മൊട്ടപ്പനുമാണെങ്കിൽ അത് കണ്ട് ഭയപ്പെടുകയാണ്. ഇവിടെ ഫ്രീസയുടെ ആ ഒരു ഡിവൈസ് അതിന്റെ പവർ അങ്ങനെ കൂടി വന്ന് പൊട്ടിത്തെറിക്കുകയാണ്. അതിനുശേഷം 2 പേരും ഇപ്പൊ പുറത്തേക്ക് വരും. ഫ്രീസയാണെങ്കിൽ വെജിറ്റയോട് പറയും, ഞാൻ കരുതിയതുപോലെയല്ല, ഇപ്പോ കുറച്ച് പവറൊക്കെ വന്നിട്ടുണ്ട്. എന്നെ തോൽപ്പിക്കാനുള്ള ഒരു അല്പ എനർജി നിന്റെ ഉള്ളിലുണ്ടെന്ന് പറയും. ദൂരത്തായിട്ട് ഗൊഹാനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കാണും. ഇപ്പോ വെജിറ്റയ്ക്ക് ഇവിടെ ഹെൽപ്പ് ആവശ്യമാണ്. വെജിറ്റ പറഞ്ഞതുപോലെ നമ്മൾ 3 പേരും ചേർന്ന് അവനോട് പോരാടുകയാണെങ്കിൽ ഒരു പരിധിവരെ അവനെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ആ ഫ്രീസയെ തന്നെയാണ് നോക്കുക. ഞാൻ കരുതിയതിനെ കഴിഞ്ഞും ഒരുപാട് പവർഫുൾ ആണ് ആ ഫ്രീസ. വെജിറ്റയ്ക്കും ഇപ്പൊ പവറുണ്ട്. പക്ഷെ ഫ്രീസയെ നിയന്ത്രിക്കാനുള്ള പവർ അത് വെജിറ്റയ്ക്കില്ല. ഗോകു അവൻ എത്രയും വേഗം ഇവിടേക്കൊന്ന് വന്നിരുന്നെങ്കിൽ ഒരല്പം പ്രതീക്ഷയെങ്കിലും ജയിക്കുമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവാണ്. ഇവിടെ വെജിറ്റ ആണെങ്കിൽ ഇപ്പൊ ഫ്രീസയോട് പറയും, നിന്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ അത് നീ കാണിക്ക്. ആ ട്രാൻസ്ഫർമേഷൻ ഉപയോഗിച്ച് നീ ഞങ്ങളെ എല്ലാവരെയും തോൽപ്പിക്കേ. ഫ്രീസ ആണെങ്കിൽ അത് കേട്ടിച്ചിരിക്കും.
ഓ, നീ എൻ്റെ പവറിനെ കുറിച്ചും ട്രാൻസ്ഫർമേഷനെ കുറിച്ചും ഒക്കെ അറിഞ്ഞുവല്ലേ? പക്ഷേ നിങ്ങളെപ്പോലുള്ള ലോക്കൽസിനെ ഇല്ലാതാക്കാൻ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ രൂപത്തിൽ തന്നെ എനിക്കത് ഈസി ആയിട്ട് നിർവഹിക്കാനായിട്ട് പറ്റും. ഞാനത് ചെയ്യാൻ പോവുകയാണ്. ഒട്ടപ്പനാണെങ്കിൽ അത് കേട്ട് ഭയപ്പെടും. അതിൽ വെജീറ്റ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും. അവൻ പറയുന്നത് കേട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ അത്രയും പവറൊന്നുമില്ല. ഫ്രീസി ആണെങ്കിൽ അത് കേട്ട് ചിരിച്ച് അവന്റെ പവർ ഇതാണെങ്കിൽ മുഴുവനായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. വെജീറ്റ, നീ എന്റെ യഥാർത്ഥ രൂപം അത് കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വലിയൊരു ഫോഴ്സ് അത് പുറത്തേക്ക് വിടുകയാണ്. നിന്റെ അച്ഛനെ പോലും ഞാൻ ഇല്ലാതാക്കിയത് വളരെ എളുപ്പത്തിലാണെന്ന് പറഞ്ഞ് അവന്റെ ആ പവർ മുഴുവനായിട്ട് റിലീസ് ചെയ്യും. അടുത്ത നിമിഷം അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ഒരു വലിയ കാർഡ് അങ്ങനെ പൊട്ടിത്തെറിക്കും. അതിലൊരു പീസ് ആണെങ്കിൽ ഇപ്പൊ വെജീറ്റയുടെ മുഖത്ത് സ്ക്രാച്ച് ചെയ്യും. പക്ഷെ വെജീറ്റയ്ക്കാണെങ്കിൽ അപ്പോഴും യാതൊരു കൂസലും ഇല്ല. ഇതൊന്നും കണ്ട് ഞാൻ ഭയപ്പെടില്ല എന്ന് പറഞ്ഞ് അവൻ ആ ബ്ലഡ് വൈപ്പ് ചെയ്യും. അടുത്ത നിമിഷം ഫ്രീസി ആണെങ്കിൽ അവന്റെ പവർ റിലീസ് ചെയ്ത് ജയന്റ് രൂപത്തിലേക്ക് മാറും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ആൾക്കാർക്ക് ആർക്കും തന്നെ വിശ്വസിക്കാനായിട്ട് കഴിയില്ല. വെജീറ്റ ആണെങ്കിൽ അവന്റെ കണ്ണൊക്കെ തിരുമ്മി നോക്കും. ഓ നോ, ഇത് ശരിക്കും റിയൽ തന്നെയാണോ? ഞാൻ ഏതെങ്കിലും ഇല്യൂഷനിൽ പെട്ടുപോയിരിക്കുകയാണോ? മൊട്ടപ്പനും ഗൊഹാനും അവർ രണ്ടുപേരും പുറകിലേക്ക് തെന്നിമാറും. ഓ നോ, നമ്മൾ വലിയ അപകടത്തിലാണ്, എത്രയും വേഗം രക്ഷപ്പെടണം. ഇതിൽ ഉറപ്പായിട്ട് ഈ മോൺസ്റ്റർ നമ്മളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവർ ഭയപ്പെട്ട് നിൽക്കും. കുഞ്ഞിപ്പയ്യനാണെങ്കിൽ ഭയം കൊണ്ട് വലിയൊരു ഡ്രാഗൺ ബോളിന് പുറകിൽ ഒളിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മളെ ഗോകുവിനെ കാണിക്കും. അവനിപ്പോഴും ബോധം വീണിട്ടില്ല. മറ്റൊരു ഭാഗത്ത് ഒരു അസിസ്റ്റന്റ് അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ഫ്ലൈ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം അവൻ ഫ്രീസിയുടെ വലിയ പവർ അത് തിരിച്ചറിയും. ഓ നോ, ഇത്രയും വലിയ പവർ അത് ഇതുവരെ ഞാൻ എൻ്റെ ലൈഫിൽ സെൻസ് ചെയ്തിട്ടില്ല. എന്തോ വലിയ അപകടം നടക്കാൻ പോവാണ്. എത്രയും വേഗം ഞാൻ അവിടേക്ക് പോകണം. കട്ട് ചെയ്താ ഇവിടെ ഫ്രീസി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, എന്തുപറ്റി, നിങ്ങൾ ഭയന്നു പോയോ? എൻ്റെ ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അൾട്ടിമേറ്റ് പവറിലാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ട്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഭയന്നു എന്ന് മാത്രം എന്നോട് പറയരുതെന്ന് പറഞ്ഞ് വാലുപയോഗിച്ച് ദൂരത്തുണ്ടായിരുന്ന ഒരു മൗണ്ടെയിനിൽ ഞെട്ടിക്കും. ആ ഒരു അടിയിൽ ആ ഒരു മൗണ്ടെയിൻ തകരുകയാണ്. നമ്മുടെ ആൾക്കാരുടെ ഭയം അത് വീണ്ടും കൂടും. എന്തുപറ്റി, നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ? എൻ്റെ 1 മില്യൺ പവർ അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. അതല്ല ഭയമുള്ളവർക്ക് പേടിച്ചോടാന്ന് പറയും. വെജീറ്റ ആണെങ്കിൽ അവനെ നോക്കി പറയും, ഇല്ല, 1 മില്യൺ പവർ ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കേൾക്കേണ്ടത് അവനാണെങ്കിൽ നിലത്താഞ്ഞട്ടിക്കുകയാണ്. ആ ഒരു അടിയിൽ അവിടെ വലിയൊരു സുനാമി തന്നെ ക്രിയേറ്റ് ആവും. അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ ആ നാമഗ്രഹത്തിന്റെ ഒരു ഭാഗം മുഴുവനായിട്ടും റെഡായി മാറുകയാണ്. അവന്റെ പവറിൽ ഇപ്പോ ആ ഒരു അസിസ്റ്റന്റ് അവനാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. മറ്റൊരു ഭാഗത്ത് ബുൽമയാണെങ്കിൽ പറന്നു പോവും. ഇവിടെ വെജീറ്റ ആണെങ്കിൽ അവന് നേരെ വരുന്ന കല്ലുകളെല്ലാം പൊടിച്ചു കളയാണ്. ഗൊഹാനാണെങ്കിൽ മൊട്ടപ്പനെ വിളിക്കും. മൊട്ടപ്പൻ ആ കുഞ്ഞിപ്പയ്യൻ അങ്ങനെ ടൈറ്റായിട്ട് ഹഗ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പാ, നീ ഓക്കെ അല്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതിന് മുട്ടപ്പൻ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, തലയിൽ ചെറിയൊരു പരുക്ക് പറ്റി, പക്ഷെ ഞാൻ സേഫാണ്. ഫ്രീസി ആണെങ്കിൽ എല്ലാം കണ്ട് ചിരിക്കും. ഓ, എൻ്റെ ഈ പവറിൽ നിങ്ങൾ പിടിച്ചു നിന്നോ? ഇതെന്റെ ചെറിയൊരു പവറാണ്. ഇനി എൻ്റെ പവർ നിങ്ങൾ ഓരോരുത്തരായിട്ട് കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഫ്രീസി ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഇപ്പോ അവന്റെ കൊമ്പ് വെച്ച് മൊട്ടപ്പനെ ആഞ്ഞു കുത്തുകയാണ്. മൊട്ടപ്പന്റെ കൈവിട്ട് കുഞ്ഞിപ്പയ്യൻ താഴേക്ക് പോവും. ചിന്നസയാൻ വെജിറ്റ ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഗൊഹാനാണെങ്കിൽ മൊട്ടപ്പന്റെ പേര് വിളിച്ച് നിലവിളിക്കും. ആണെങ്കിൽ വേദന താങ്ങാൻ കഴിയാതെ ചോര തുളുമ്പി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്നേഹ് വിത്ത് മല്ലു എപ്പിസോഡ്.